എലിന, ശ്രീനി സാറിന് നമുക്ക് ആസ് എൻ ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ സാറിന്റെ എഴുത്തിനൊരു വലിയ പ്രത്യേകത, അതായത് ഇപ്പൊ കുടുംബം, രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഹാസ്യത്തിലൂടെയാണ് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മലയാള സിനിമയിലെ രണ്ട് പ്രധാന പൊളിറ്റിക്കൽ സറ്റയേഴ്സിൽ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടുണ്ട്. പഞ്ചവടി പാലത്തിൽ അദ്ദേഹം അഭിനയിച്ചു, സന്ദേശം അദ്ദേഹം എഴുതി. അതെ, കറക്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഈ സന്ദേശത്തിലെ പല സീൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഇടയിൽ വരെ വളരെയധികം വൈറലാണ്, പോപ്പുലറാണ്. അതെ അതെ, നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഡയലോഗ് പറയുന്നതൊക്കെ മിക്കതും നമ്മുടെ ശ്രീനിയേട്ടൻ നമുക്ക് നൽകിയ ഡയലോഗുകളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 5 മാസ് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ? കേട്ടാലോ? ഇവിടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, DPEP എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ DPEP? എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണ്, പേടിച്ചു. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഒരൊലക്ക കിട്ടുമോ?